എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭരണമാറ്റം പ്രവചിച്ചതോടെ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്വാഗതം ചെയ്തു. പ്രവചിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. സർക്കാർ വിരുദ്ധ വികാരം ഇല്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തെളിയിക്കുന്നതെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടുന്ന ഒരു ഫലമായിരിക്കും 4-ാം തീയതി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എക്സിറ്റ് ഫലം പ്രഖ്യാപിച്ച എല്ലാവരും തന്നെ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രഖ്യാപനങ്ങളാണ് അവർ സൂചന നൽകിയിട്ടുള്ളത്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. 8-9 ഏജൻസികൾ ഒരേ രീതിയിൽ തന്നെയാണ് എക്സിറ്റ് പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സത്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഒരു റിപ്പോർട്ടിനെയല്ല വിശ്വസിക്കുന്നത്, കൃത്യമായിട്ട് ജനങ്ങളെയാണ് വിശ്വസിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും. കേരളത്തിൽ ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. ഒരു സീറ്റുകൾ ഈ കേരളത്തിൽ BJPക്ക് ലഭിക്കാൻ പോകുന്നതല്ല. സൈഫ് സൈനുൽ അബ്ദീൻ ചേരുകയാണ് വിവരങ്ങളുമായി. സൈഫ്, എക്സിറ്റ് പോൾ വന്ന ഫലങ്ങളിലൊക്കെ UDF അധികാരത്തിലേക്ക് എത്തും, കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പാണ് എന്നാണ് പ്രവചനം. അതേ സമയത്ത് തന്നെയാണ് UDF ക്യാമ്പ് നേരത്തെ വലിയ ആത്മവിശ്വാസം വെച്ചിരുന്നതാണ് 100 സീറ്റിലധികം നേടുമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 1-2 ഫലങ്ങൾ മാത്രം നേരിയ തോതിൽ 100 അതിനപ്പുറത്തേക്ക് വന്നതല്ലാതെ ഒരു 80-85 അല്ലെങ്കിൽ ഒരു 90 അതിനകത്ത് നിൽക്കുന്ന ഫലങ്ങളാണ് ഭൂരിഭാഗവും വന്നിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് LDF പറയുന്നത് അവർക്ക് ആശ്വാസം കൊള്ളാൻ പറ്റുന്നതാണ് ഒരു കണക്കിന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ. അതേ സമയത്ത് തന്നെയാണ് ഇനി ഭരണമില്ല എന്നുള്ള തിരിച്ചറിവ് കൂടി അവർക്ക് നൽകുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. UDF ക്യാമ്പിൻ്റെ ഒരു പ്രതീക്ഷ ഈ ഫലങ്ങൾ വന്നതിന് ശേഷമുള്ള അവരുടെ ഒരു വർക്ക് എത്രത്തോളം ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ, ഭരണം ഉറപ്പിച്ചു പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടോ സൈഫ്? ആത്മവിശ്വാസത്തിൽ UDFന് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല മഹേഷ്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ആത്മവിശ്വാസം ഒരുപക്ഷെ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് UDFൻ്റെ നേതാക്കന്മാർക്ക് എന്നുള്ളതാണ് നമുക്ക് UDFൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടക്കം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. 100 സീറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ് ആദ്യഘട്ടം മുതൽ പറയുന്നുണ്ട്. പക്ഷേ 100ലേക്ക് പോകാനുള്ള സാധ്യതകളൊന്നും തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നില്ല. അതേസമയം തന്നെ 85 സീറ്റോട് അടുപ്പിച്ച് UDFൻ്റെ ഭരണം തിരിച്ചു വരും എന്ന പ്രതീക്ഷ UDFൻ്റെ എല്ലാ നേതാക്കന്മാരും പങ്കുവെക്കുന്നുണ്ട്. ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്. അത് മധ്യ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലുമെല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോടും ഈ 2 ജില്ലകളിലുള്ള സീറ്റുകളിൽ വലിയ വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യതകൾ UDF നേതാക്കന്മാർ കാണുന്നുണ്ട്. 85 സീറ്റിന് മുകളിൽ അധികാരത്തിലേക്ക് എത്തും എന്ന വലിയ പ്രതീക്ഷ അവർ ഇപ്പോഴും പങ്കുവെക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിനപ്പുറത്തേക്ക് കടന്ന് മറ്റെന്തെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന പോലും UDF ക്യാമ്പിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ LDFൻ്റെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഇതേ ആത്മവിശ്വാസം തന്നെയാണ് LDFൻ്റെ നേതാക്കന്മാർ പങ്കുവെക്കുന്നത്. അതിനവർ പറയുന്ന കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കാണേണ്ട ഒരു സൂചനയുണ്ട്. അത് സർക്കാർ വിരുദ്ധ വികാരമായി കാണേണ്ട സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഒരു ശരാശരി ഒരു 80 സീറ്റ് എന്ന് പറയുന്ന സീറ്റിലേക്കല്ല UDF നിൽക്കേണ്ടത്, അതിനപ്പുറത്തേക്ക് കടന്നു പോകേണ്ടതായിരുന്നു. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ല. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിട്ട് കൂടുതൽ ജനങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളയാൾ, പല സർവേകളിലും ഓപ്റ്റ് ചെയ്തിട്ടുള്ളയാൾ പിണറായി വിജയനാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമാണ് വിധി, അങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് പ്രതീക്ഷ LDF ക്യാമ്പും പങ്കുവെക്കുന്നുണ്ട്. എല്ലാ സർവേകളിലും BJPയുടെ അക്കൗണ്ട് തുറക്കും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് ഈ സർവേ ഫലങ്ങൾ എല്ലാവരും. അത് 1, 2, 3, 4 സീറ്റൊക്കെ പറയുന്നുണ്ട്. പക്ഷേ BJP നേതാക്കന്മാർ അതിനോട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ എന്നുള്ള നിലപാടിലാണ് അവർ ഉള്ളത്. എന്നാലും 2 മുന്നണികളും LDFും UDFും ഭരണം തങ്ങൾക്കാണ് എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഒരു തരി പോലും കുറവുണ്ടായി കിട്ടിയില്ല. അവർ അതേ ആത്മവിശ്വാസത്തിൽ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. അത് 4-ാം തീയതി ഉച്ചവരെ നമ്മളും അതിന് കാത്തിരിക്കേണ്ടിയിരിക്കേണ്ടെന്ന് തോന്നുന്നു. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കപ്പെടുകയാണ്. ആ പ്രവചിക്കപ്പെടുന്ന ഫലങ്ങൾ തന്നെ ആയിരിക്കുമോ യഥാർത്ഥ ഫലങ്ങളെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും 4-ാം തീയതി വരെ നിങ്ങൾ കാത്തിരിക്കൂ, ഞങ്ങൾക്കാണ് അനുകൂലം എന്ന് 2 മുന്നണികളും പറയുന്ന അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നിലവിലുള്ളത് മഹേഷ്.